ഹലോ എവരി വൺ, ഏവർക്കും വിൻസ്പയറിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ക്ലാസ് അല്ല, ഒരു ഓറിയൻറ്റേഷനാണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. LP UP എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ വരും വർഷങ്ങളിൽ വരും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കാനുള്ള സംഗതി, LPST UPST ലിസ്റ്റുകൾ നിലവിൽ വന്നിട്ടേ ഉള്ളൂ. കഴിഞ്ഞ വർഷം നടന്ന പരീക്ഷയുടെ ലിസ്റ്റ് നിലവിൽ പ്രാബല്യത്തിൽ വരുന്നതേ ഉള്ളൂ. പല ജില്ലകളിലും വരുന്നതേ ഉള്ളൂ, ചില ജില്ലകളിൽ വന്നിട്ടുണ്ട്. ഇനി ആ ലിസ്റ്റ് നിലവിൽ വന്ന് ഒരു 2 വർഷത്തോളം നിയമനങ്ങൾ നടന്നതിന് ശേഷം മാത്രമാണ് പുതിയ ലിസ്റ്റ് പ്രാബല്യത്തിൽ വരേണ്ട ആവശ്യം വരുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ പരീക്ഷ 2027 ഏകദേശം നടക്കാൻ പോകുന്നത്. അപ്പോൾ 2026 അവസാനത്തിൽ അല്ലെങ്കിൽ ഏകദേശം ഒരു 10 മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ 2026 നോട്ടിഫിക്കേഷൻ വരികയും 2027 എക്സാം നടക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2025 ഇപ്പോൾ നിൽക്കുന്നത് അല്ലേ. ഞാൻ ഈ ക്ലാസ് ചെയ്യുന്നത് 2025. ഇത്രയും നേരത്തെ തന്നെ പഠനം തുടങ്ങണമോ എന്ന് പല ആളുകൾക്കും സംശയം തോന്നും. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളൊരു ക്ലാരിഫിക്കേഷനാണ് ഞാൻ ആദ്യം തരുന്നത്. LPST UPST എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ജനറലി 2 ടൈപ്പ് ആളുകൾ ഉണ്ടാകും. LPSTക്ക് അകത്ത് ആര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ? LPSTക്ക് അകത്ത് DLEDക്കാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി UPSTക്ക് അകത്ത് BEdകാരും ഉണ്ടാവും, പ്ലസ് DLEDകാരും ഉണ്ടാകും അല്ലേ. BEdകാരും ഉണ്ടാകും, DLEDകാരും ഉണ്ടാകും. ഈ DLED കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ടീച്ചേഴ്സ് എല്ലാ സബ്ജക്റ്റുകളും കൈകാര്യം ചെയ്യാൻ കഴിയുന്നവരായിരിക്കും, മിക്കവാറും കഴിയുന്നവരായിരിക്കും. എന്നാൽ BEdകാരുടെ പ്രത്യേകത, അവർ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഇംഗ്ലീഷ് പഠിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഹിസ്റ്ററിയും സയൻസും മാത്സൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി മാത്സ് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് ബുദ്ധിമുട്ടായിരിക്കും. സയൻസ് പഠിച്ച ആളുകൾക്കും ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഒരു BEdകാരൻ നമ്മുടെ UPSTക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് അയാൾക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ ഡിഫിക്കൽട്ടി തോന്നാനുള്ള സാധ്യതയുണ്ട്. LPSTയിലും ഇതേ കേസ് വരും കേട്ടോ. ഇപ്പോൾ DLED കംപ്ലീറ്റ് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സബ്ജക്റ്റുകളും ചിലപ്പോൾ എടുക്കണമെന്നില്ല. അവരുടെ സ്ട്രോങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഏരിയ ഉണ്ടാകും. ഒന്നെങ്കിൽ അത് സയൻസ് ആയിരിക്കാം, ഹ്യൂമാനിറ്റീസ് ആയിരിക്കാം. അപ്പോൾ സയൻസ് ബ്രൈറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഹ്യൂമാനിറ്റീസ് വീക്ക് ആയിരിക്കും, ഹ്യൂമാനിറ്റീസ് ബ്രൈറ്റ് ആയ ആളുകൾക്ക് സയൻസ് വീക്ക് ആയിരിക്കും. സോ നിങ്ങളുടെ ആ ഒരു പ്ലസ് പോയിന്റ് മനസ്സിലാക്കിക്കൊണ്ട്, നിങ്ങളുടെ പ്ലസ്സും മൈനസും മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങൾ പഠനം ആരംഭിക്കേണ്ടത്. അപ്പം നിങ്ങളുടെ ലേണിംഗ് സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഒരു റഫായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഹ്യൂമാനിറ്റീസുകാരൻ ശ്രദ്ധിക്കേണ്ടതും സയൻസുകാർ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ സെപ്പറേറ്റ് നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് റഫായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങളുടെ സ്ട്രോങ് ഏരിയ സയൻസ് ആണെങ്കിൽ, നിങ്ങളുടെ സ്ട്രോങ് ഏരിയ സയൻസ് സ്ട്രോങ് ഏരിയ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ അവരുടെ പ്രത്യേകത സയൻസും മാത്സും കുഴപ്പമുണ്ടാവില്ല അല്ലേ. സയൻസും മാത്സും റിലേറ്റഡ് ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് സയൻസും മാത്സും വലിയ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. സയൻസുകാർക്ക് സയൻസും മാത്സും വലിയ കുഴപ്പമുണ്ടാവില്ല. അവർക്ക് ഹിസ്റ്ററി, ജോഗ്രഫി, ചിലപ്പോൾ ലാംഗ്വേജ് പ്രശ്നമായിരിക്കും കേട്ടോ. ചിലപ്പോൾ ലാംഗ്വേജും പ്രശ്നമായിരിക്കും, അഥവാ ഇംഗ്ലീഷും മലയാളവും. ഇനി ആർട്സ് വിഷയത്തെ തന്നെ നമ്മൾ 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ആർട്സിൽ SS സോഷ്യൽ സയൻസുകാർക്ക് ഹിസ്റ്ററിയും ജോഗ്രഫിയും പ്രശ്നം ഉണ്ടാവില്ല. അവർക്ക് മാത്സും സയൻസും ചിലപ്പോൾ ലാംഗ്വേജും പ്രശ്നമായിരിക്കും. ഇനി ലാംഗ്വേജ് ടീച്ചേഴ്സ് ഉണ്ടാകും, മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടാകും, ലാംഗ്വേജ് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹിസ്റ്ററിയും പ്രശ്നമാണ്, ജോഗ്രഫിയും പ്രശ്നമാണ്, അഥവാ സോഷ്യൽ സയൻസ് പ്രശ്നമാണ്, ദെൻ സയൻസ് പ്രശ്നമാണ്, മാത്സും പ്രശ്നമാണ്. ഇനി ലാംഗ്വേജിൽ അവരുടേതല്ലാത്ത ലാംഗ്വേജും പ്രശ്നമായിരിക്കും. അപ്പോൾ എങ്ങനെ വന്നാലും നിങ്ങൾ മനസ്സിലാക്കുക, ഏത് കാറ്റഗറിയിൽ വന്നാലും അവർക്ക് വീക്കായിട്ടുള്ള ഏരിയകൾ ഉണ്ടാകും. ഇവിടെ സയൻസുകാർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അനുകൂലമായിരിക്കും. കാരണം സയൻസുകാരുടെ മേഖലയിൽ നിന്നും മാത്സ് സയൻസ് ഇതിൽ കുറച്ചുകൂടി മാർക്ക് അധികം സ്കോർ ചെയ്യാൻ അവർക്ക് കഴിയും. ദെൻ ലാംഗ്വേജും അവർക്ക് പെട്ടെന്ന് വഴങ്ങും. അപ്പോൾ സയൻസുകാർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പത്തിൽ വഴങ്ങുന്നതായിരിക്കും. അപ്പോൾ സയൻസ് ടീച്ചേഴ്സ് ആ ഒരു പ്ലസ് പോയിന്റ് മനസ്സിലാക്കുക. എന്ന് കരുതി ഓവർ കോൺഫിഡൻസ് ആകാൻ പാടില്ല കേട്ടോ. ഓവർ കോൺഫിഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന മാർക്ക് പോകും. കാരണം നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നത് പോലെ അല്ല. നിങ്ങൾ നന്നായിട്ട് പഠിപ്പിക്കുന്നവരായിരിക്കും,
നിങ്ങൾ എടുക്കുന്ന ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല അവഗാഹം ഉണ്ടാകും. പക്ഷേ ഒരു OMR പരീക്ഷയിലേക്ക് വരുന്ന സമയത്ത് അവിടെ കുറച്ചുകൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എത്രമാത്രം നിങ്ങൾ നോളജ് ഉള്ള ആളാണെങ്കിലും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി സോഷ്യൽ സയൻസ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ ലാംഗ്വേജ് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സയൻസ് മാത്സ് എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക് ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ അവരോട് എനിക്ക് ആദ്യം പറയാനുള്ളത്, ഞാൻ ആദ്യം അവരോട് പറയാനുള്ളത്, നിങ്ങൾ മാത്സ് ഇപ്പോൾ തന്നെ ചെയ്ത് തുടങ്ങണം. ചെറിയ ചെറിയ ക്ലാസ്സുകൾ കേട്ടും യൂട്യൂബിൽ തന്നെ ക്ലാസ്സുകൾ ഉണ്ടാകും. പല കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെയും പല ആപ്ലിക്കേഷൻസേക്ക് നല്ല ക്വാളിറ്റിയുള്ള ക്ലാസ്സുകൾ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്ത് നിങ്ങൾ മാത്സ് ക്ലാസ് കേട്ട് ഇപ്പോൾ തന്നെ വർക്കൗട്ട് ചെയ്യുക കേട്ടോ. ക്ലാസ് കേട്ടാൽ പോരാ, എക്സസൈസ് ചെയ്ത് മുന്നോട്ട് പോകണം. ഇനി സയൻസ് നിങ്ങൾ തുടക്കത്തിൽ തന്നെ ക്ലാസ് കേൾക്കണമെന്നില്ല. തുടക്കത്തിൽ തന്നെ ക്ലാസ് കേൾക്കുന്നതിനേക്കാൾ നല്ലത് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERT നന്നായിട്ട് വായിക്കുക. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സയൻസ് പാഠപുസ്തകങ്ങൾ നന്നായിട്ട് വായിക്കുക. അതിനുശേഷം ക്ലാസ് കേട്ട് തുടങ്ങുക. ശേഷം NCERT അല്ലെങ്കിൽ SCERT +1 +2 കൂടി കിടക്കുക. +1 +2 ആകുമ്പോൾ അത്യാവശ്യം നല്ല റേഞ്ചുള്ളതായിരിക്കും. ആദ്യമേ കയറി എവിടേക്ക് പോകരുത്, +1 +2 പോകരുത്. 5 മുതൽ 10 ക്ലാസ് വരെ പ്രത്യേകിച്ച് പുതിയ പാഠപുസ്തകത്തിലെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് വായിച്ച് റെഡിയാക്കുക. മാത്സ് നിങ്ങൾക്ക് ക്ലാസ് കേട്ട് പോയാലേ പഠിക്കാൻ കഴിയുള്ളൂ. കാരണം നമ്മൾ സാധാരണ സ്കൂളിൽ ചെയ്യുന്ന ഇക്വേഷൻസ് പോലെയൊന്നുമല്ല. നിങ്ങൾക്കറിയാം, കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയാണോ, ചില ആളുകൾക്ക് ടിപ്സും ട്രിക്സൊക്കെ ആയിരിക്കും കുറച്ചുകൂടി നല്ലത്, ചില ആളുകൾക്ക് ഡയറക്റ്റായിട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള സാറന്മാരുടെ ക്ലാസ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. ഇനി സയൻസുകാർ ഹിസ്റ്ററി, ജോഗ്രഫി, അപ്പോൾ അതിൽ കുറേ സ്ഥലങ്ങളുടെ പേര്, കുറേ വർഷങ്ങളുടെ പേരൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സയൻസുകാർ GK നിങ്ങൾ പഠിക്കേണ്ടത് ആദ്യം SCERTയിൽ നിന്ന് വായിച്ചു തുടങ്ങുക. നമ്മൾ സാധാരണ റാങ്ക് ഫയലിലേക്ക് ഒരു അടുക്കും ചിട്ടയില്ലാതെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ SCERT എടുത്ത് വെച്ചുകൊണ്ട് നല്ല രസകരമായിട്ട് വായിച്ചു തുടങ്ങുക. ഇപ്പോൾ വായിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ വായിക്കാം. കുറേ അങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനായിരിക്കും, എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടാകും. അപ്പോൾ ആ ഒരു ടെൻഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി തന്നെ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക, വായിച്ചു തുടങ്ങുക. ഇപ്പോൾ വായിച്ചാൽ നിങ്ങൾക്ക് വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് വായിക്കാൻ കഴിയും. ഇനി ലാംഗ്വേജിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇംഗ്ലീഷും മലയാളവും, അവിടെ ഏതൊരു കാറ്റഗറിയിലുള്ള ആളുകൾക്കും, കാരണം ലാംഗ്വേജ് എല്ലാവരും ഉപയോഗിക്കുന്ന സംഗതി ആയതുകൊണ്ട് കുറച്ചൊന്ന് എഫേർട്ട് ഇട്ടാൽ മാർക്ക് സുഖമായിട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ സയൻസുകാർ GK വായിച്ചു തുടങ്ങുക, GK വായിച്ചു തുടങ്ങുക. ഇനി സോഷ്യൽ സയൻസുകാർ മാത്സ് ക്ലാസ്സുകൾ കേട്ട് വർക്കൗട്ട് ചെയ്ത് തുടങ്ങുക. ഒപ്പം SCERT പാഠപുസ്തകങ്ങളും വായിച്ചു വരിക. നിങ്ങൾ ഈ ഒരു രീതിയിലൂടെ മുന്നോട്ട് പോയി ഒരു 3-4 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് മാത്സും സയൻസൊക്കെ നിങ്ങളുടെ കയ്യിലിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ ഏരിയാസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ കേട്ട് റെഡിയാക്കാം. അതിനുശേഷം മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തു തുടങ്ങാം. ആദ്യമേ മോക്ക് ടെസ്റ്റ് ചെയ്യണ്ട. ആദ്യമേ മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എനർജി എല്ലാം പോവും. കുറേയൊക്കെ ഒന്ന് പഠിച്ചതിന് ശേഷം മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് തുടങ്ങുക. ഓക്കെ അല്ലേ? ഇതാണ് എനിക്ക് നിങ്ങളോട് കോമൺലി പറയാനുള്ളത്. ലാംഗ്വേജ് ടീച്ചേഴ്സും എന്ത് ചെയ്യുക, സയൻസും മാത്സൊക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക. സയൻസും മാത്സും ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിൽ സയൻസ് മാത്സ് മാത്രമല്ല, എല്ലാ വിഷയവും വളരെയധികം പ്രധാനപ്പെട്ടതാണ്. പിന്നെ എല്ലാവർക്കും ഒരേപോലെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഇതിലെ സൈക്കോളജി. അപ്പോൾ ഇൻസ്പയറിലൂടെ നിങ്ങൾക്ക് LP UP മുൻവർഷ ചോദ്യങ്ങളുടെ ഒരു സീരീസ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എനിക്ക് ചില എൻക്വയറീസ് വന്നിട്ടുണ്ട്, പെയ്ഡ് ക്ലാസ്സുകളുണ്ടോ എന്ന് ചില എൻക്വയറീസ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും പറയുകയാണ്, നമ്മൾ LP UP അതേപോലെ HSA HST അങ്ങനെ ഒന്നും ഇതിൻ്റെ പെയ്ഡ് ക്ലാസ് നമ്മൾ ചെയ്യുന്നില്ല. നിലവിൽ അങ്ങനെ പെയ്ഡ് ക്ലാസ്സുകളൊന്നും ചെയ്യുന്നില്ല. യൂട്യൂബിലുള്ള ക്ലാസ്സുകൾ മാത്രമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പരമാവധി PYQs ആണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് കേട്ടോ. പെയ്ഡ് ക്ലാസ് ചെയ്യാനുള്ള ഉദ്ദേശം നമുക്ക് നിലവിലില്ല. ഇനി മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, സിലബസ് അനുസരിച്ച് പഠിക്കണം കേട്ടോ. സിലബസ് അനുസരിച്ച്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സിലബസ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. സിലബസിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ നമുക്ക് കരുതാം കേട്ടോ. സോ എന്നാൽ നമുക്ക് സിലബസിലേക്ക് വരാം. അപ്പോൾ സിലബസിൽ ആദ്യത്തെ ഒരു 15 മാർക്ക് SSകാരുടെ സ്ട്രോങ് ഏരിയയാണ്, സോഷ്യൽ സയൻസുകാരുടെ മേഖലയാണ്. ആദ്യത്തെ ഒരു 15 മാർക്ക്. അപ്പോൾ പാർട്ട് 1, ഈ പാർട്ട് 1 പറയുന്നത് SSലെ വിവിധ സബ്ജക്റ്റുകളാണ്. സോഷ്യൽ സയൻസിനകത്ത് എന്തൊക്കെ വരും? ഹിസ്റ്ററി വരും അല്ലേ? ഹിസ്റ്ററി തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി. റിനൈൻസൻസ് ഒക്കെ ഹിസ്റ്ററിയുടെ ഭാഗമാണെന്ന് പറയേണ്ടതില്ലല്ലോ.
ദെൻ ജോഗ്രഫി വരും, ജോഗ്രഫി. പിന്നീട് എന്ത് വരും? പൊളിറ്റിക്കൽ സയൻസ് വരും. പിന്നെ എക്കണോമിക്സ് വരും, എക്കണോമിക്സ്. പിന്നെ സോഷ്യോളജി വരും, സോഷ്യോളജി. സോ ഇതെല്ലാമാണ് പാർട്ട് 1. അപ്പോൾ പാർട്ട് 1 തന്നെ പല കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ട്. അപ്പോൾ പാർട്ട് 1 ഒന്നാമത്തെ കാറ്റഗറി അത് ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ടോട്ടൽ 10 മാർക്കാണ്. ഓരോ ഏരിയയിലും 2 മാർക്ക് കറണ്ട് അഫേഴ്സിനാണ് എന്ന് പറയുന്നുണ്ട്. ഈ 10 മാർക്കിൽ 2 മാർക്ക് കറണ്ട് അഫേഴ്സിനാണ് എന്ന് സിലബസിൽ പറയുന്നുണ്ട്. പലപ്പോഴും ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പാലിക്കാറില്ല കേട്ടോ. അപ്പോൾ പാർട്ട് 1 ഒന്നാമത്തെ കാറ്റഗറി ഹിസ്റ്ററിയാണ്. കേരള ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, ദെൻ വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. കേരള ഹിസ്റ്ററിയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ, പഴശ്ശി വിപ്ലവം, വേലുത്തമ്പിയും പാലിയത്തച്ഛനും, കുറിച്യർ കലാപം, അതൊക്കെ അവിടെ വരുന്നുണ്ട്. ദെൻ പിന്നീട് കേരള നവോത്ഥാന നായകന്മാരുടെ കുറച്ച് പേരുകൾ എടുത്തു പറയുന്നുണ്ട്. വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അയ്യങ്കാളി, വക്കം അബ്ദുൽ ഖാദർ മൗലവി, വാഗ്ഭടാനന്ദൻ, സഹോദരൻ അയ്യപ്പൻ, പണ്ഡിറ്റ് കെ പി കറുപ്പൻ, മന്നത്ത് പത്മനാഭൻ, വി ടി ഭട്ടതിരിപ്പാട്, കുമാരഗുരുദേവൻ, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം തുടങ്ങിയ ചില നവോത്ഥാന മുന്നേറ്റങ്ങൾ. അതുപോലെ തന്നെ കേരള ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്നുള്ളത്. നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ചില മുന്നേറ്റങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് തിരുവിതാംകൂറിലെ മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, അത് പ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട വരുന്ന സാധനമാണ്. നിവർത്തന പ്രക്ഷോഭം, പുന്നപ്ര വയലാർ സമരം. ദെൻ കൊച്ചിയിലെ ഇലക്ട്രിസിറ്റി സമരവും കൊച്ചി രാജപ്രജാമണ്ഡലവും പ്രധാനമായിട്ട് പഠിച്ചു വെക്കണം. മലബാറിൽ ഖിലാഫത്ത് പ്രസ്ഥാനം, മലബാർ കലാപം, ഉപ്പ് സത്യാഗ്രഹം. ഇനി ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത് INC, മഹാത്മാഗാന്ധി, ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്, ഇത്ര മാത്രമാണ്. എങ്കിലും അതിൽ മാത്രം ഒതുക്കരുത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിച്ചു വെച്ചേ മതിയാവുള്ളൂ. അവിടെ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. 1857 സമരം മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചേ മതിയാവും. അവിടെ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. SCERTയിൽ നിന്ന് തന്നെ പഠനം ആരംഭിക്കണം. ദെൻ മഹാത്മാഗാന്ധി, ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ് എന്നിവരെ കുറിച്ച് ആഴത്തിൽ തന്നെ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ അല്ലേ? ദെൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന ടോപ്പിക്ക് കൂടി പഠിച്ചു വെക്കുക. സാധാരണ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഏരിയയാണിത്. ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ, ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും. ഇതാണ് രണ്ടാമത്തെ ഭാഗം. ഇനി പാർട്ട് 1 മൂന്നാമത്തെ ഭാഗം ലോക ചരിത്രമാണ് കേട്ടോ. പാർട്ട് 1 ഒന്നാമത്തെ ഭാഗത്തിലെ മൂന്നാമത്തത് ലോക ചരിത്രമാണ് കേട്ടോ. ലോക ചരിത്രം അവിടെ നദീതട സംസ്കാരങ്ങൾ, റിവർ വാല്യൂ സിവിലൈസേഷൻ ആയിട്ടുള്ള ഹാരപ്പൻ, ഈജിപ്ഷ്യൻ, മെസപ്പൊട്ടോമിയൻ, ചൈനീസ് സംസ്കാരങ്ങൾ, ഇവ മാത്രം പഠിച്ചാൽ മതിയാവും കേട്ടോ. അവിടെ നിന്ന് അത്തരം മാർക്കുകൾ 2 മാർക്കിനൊക്കെയാണ് സാധാരണ ചോദ്യങ്ങൾ വരുന്നത്. അത് കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. ഇനി പാർട്ട് 1 രണ്ടാമത്തെ ഭാഗത്തിൽ ബാക്കി നമ്മൾ പറഞ്ഞ ജോഗ്രഫിയും എക്കണോമിക്സും പൊളിറ്റിക്കൽ സയൻസും സോഷ്യോളജിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ ഇതെല്ലാം ഈ ഒരു മേഖലയിലെല്ലാം കൂടി ചേർന്ന് 5 മാർക്കാണ്. ചിലപ്പോൾ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരാം. ചിലപ്പോൾ 5 മാർക്കിലൊക്കെ കൂടുതലും ചോദിക്കാം കേട്ടോ. ഭൂമിശാസ്ത്രം, ഇന്ത്യയുടെ ഭൂപ്രകൃതി, കാലാവസ്ഥ, നദികൾ, മണ്ണിനങ്ങൾ, ഗതാഗത മാർഗങ്ങൾ, അന്തരീക്ഷ ഘടന, ഇതെല്ലാം പഠിക്കണം. ദെൻ എക്കണോമിക്സിലേക്ക് വരുന്ന സമയത്ത് ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രധാനമായിട്ട് നോക്കി വയ്ക്കുക. റിസർവ് ബാങ്ക്, വാണിജ്യ ബാങ്കുകൾ, അതേപോലെ ബാങ്കുകളുടെ ദേശസാൽക്കരണം. അപ്പോൾ ഈ നാഷണലൈസേഷൻ ഓഫ് ബാങ്കൊക്കെ കൃത്യമായിട്ടും +1 +2 പറയുന്നുണ്ട്. +1 +2 എക്കണോമിക്സിലേക്ക് പറയുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ടും വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഇനി പൊളിറ്റിക്കൽ സയൻസിലേക്ക് വരുന്ന സമയത്ത് സാധാരണ നമ്മൾ PSCക്ക് പഠിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന മേഖലയാണ് അവിടെ വരുന്നത്. ഇന്ത്യൻ ഭരണഘടന സവിശേഷതകൾ, ആമുഖം, മൗലികാവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, ഇന്ത്യയിലെ ഗവൺമെൻറ്, ലോകസഭ, രാജ്യസഭ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, സുപ്രീം കോടതി, ഹൈക്കോടതി. അപ്പോൾ ഇവിടെ ഓരോന്നും എടുത്തു പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൃത്യമായിട്ടും പഠിക്കുക. ലോകസഭ, രാജ്യസഭ, പ്രത്യേകതകൾ, അതിലെ സ്പീക്കർ ആരാണ്, ഓരോ അംഗങ്ങളെയും തിരഞ്ഞെടുക്കേണ്ട ക്രൈറ്റീരിയാസ് എന്താണ്, ഇതൊക്കെ കൃത്യമായിട്ടും പഠിക്കണം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്ന് എടുത്തു പറഞ്ഞതുകൊണ്ട് ഇതുവരെയുള്ള രാഷ്ട്രപതിമാരുടെ ആ ലിസ്റ്റ് കൃത്യമായിട്ടും ആ ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ പഠിക്കുക. അവരുടെ പ്രത്യേകതകളൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. ദെൻ ഇതോടൊപ്പം തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങൾ കൂടി നോക്കണം. ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, ന്യൂനപക്ഷ കമ്മീഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കണം.
ദെൻ സോഷ്യോളജിയിലേക്ക് വരുന്ന സമയത്ത് കുടുംബം, സാമൂഹികവൽക്കരണം, വളരെ കുറഞ്ഞ ടോപ്പിക്കാണുള്ളത്. അപ്പോൾ ഈ ഒരു 15 മാർക്ക്, ഈ ഒരു 15 മാർക്ക് സോഷ്യൽ സയൻസുകാരുടെ സ്ട്രോങ് ഏരിയ ആണ്. ഇനി രണ്ടാമത്തെ പാർട്ട് സയൻസുകാരുടെ ഏരിയ ആണ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അത് മൂന്നും ചേർത്ത് 20 മാർക്കിനാണ്. അപ്പോൾ രണ്ടാമത്തെ ഭാഗത്തിലെ പാർട്ട് 2വിലെ ഒന്നാമത്തെ ഭാഗം ഫിസിക്സ് ആണ്. ഫിസിക്സ് 7 മാർക്കിനാണ് വരുന്നത്. അളവുകളും യൂണിറ്റുകളും, ചലനം, ചലന സമവാക്യങ്ങൾ, ചലന നിയമങ്ങൾ, തരംഗ ചലനം, ശബ്ദം, ബലം, പ്രവൃത്തി, ഊർജം, പവർ, ഗുരുത്വാകർഷണം, ദ്രവബലങ്ങൾ, സ്ഥിത വൈദ്യുതി, ധാരാവൈദ്യുതി, വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ, ദെൻ കാന്തികത, വൈദ്യുത കാന്തിക ഫലം, വൈദ്യുത കാന്തിക പ്രേരണ, പ്രകാശത്തിൻ്റെ പ്രതിപതനം, അപവർത്തനം, കാഴ്ച, പ്രകാശ പ്രകീർണനം, പ്രകാശ വിസരണം, പ്രകാശ മലിനീകരണം, ഊർജ പരിപാലനം. ദെൻ ഇവിടെ 2 മാർക്ക്, 7ൽ 2 കറണ്ട് അഫേഴ്സിനാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ദെൻ സയൻസിലെ പാർട്ട് 2വിലെ രണ്ടാമത്തെ ഭാഗത്തിൽ വരുന്നത് രസതന്ത്രം അഥവാ കെമിസ്ട്രി, അതും 7 മാർക്കിനാണ്. രാസമാറ്റങ്ങൾ, ഭൗതിക മാറ്റങ്ങൾ, ആറ്റത്തിൻ്റെ ഘടന, രാസബന്ധനം, പീരിയോഡിക് ടേബിള്, ക്രമാവർത്തന പ്രവണതകൾ, ലായനികൾ, വൈദ്യുത രസതന്ത്രം, വാതക നിയമങ്ങൾ, രാസപ്രവർത്തന വേഗം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ, ലോഹങ്ങൾ, ലോഹനിർമ്മാണം, അലോഹ സംയുക്തങ്ങൾ, ഓർഗാനിക് സംയുക്തങ്ങൾ, നാമകരണം, ഐസോമെറിസം, രാസപ്രവർത്തനങ്ങൾ. ഇവിടെയും 2 മാർക്ക് കറണ്ട് അഫേഴ്സിനുണ്ട്. ഇനി പാർട്ട് 2വിലെ മൂന്നാമത്തെ ഭാഗം ബയോളജിയാണ്, 6 മാർക്ക്. അപ്പോൾ ടോട്ടൽ 20 മാർക്കായില്ലേ. കോശങ്ങളുടെ ഘടന, കലകൾ, കൃഷി, പരിസ്ഥിതി, വർഗീകരണം, ജനിതക ശാസ്ത്രം, പ്രകാശ സംശ്ലേഷണം. സോ ഇവിടെ നമ്മൾ ജനറൽ PSCയിൽ വരാത്ത കുറച്ച് ഏരിയാസ് ഒക്കെ വരുന്നുണ്ട് അല്ലേ. വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ദഹന വ്യവസ്ഥ, വിസർജന വ്യവസ്ഥ, പ്രത്യുൽപാദന വ്യവസ്ഥ, നാഡീവ്യവസ്ഥ, ഇന്ദ്രിയങ്ങൾ, രോഗങ്ങളും ആരോഗ്യ പരിപാലനവും, വിറ്റാമിനുകൾ, മിനറലുകൾ, എൻസൈമുകൾ, ഹോർമോണുകൾ. അപ്പോൾ ടോട്ടൽ 20 മാർക്ക് എവിടെ വന്നു? സയൻസിൽ വന്നു. ദെൻ അടുത്ത 15 മാത്സ് ആണ്. മാത്സുകാരുടെ സ്ട്രോങ് ഏരിയ ആയിരിക്കും അല്ലേ. അപ്പോൾ പാർട്ട് 3ൽ സിമ്പിൾ അരിത്തമാറ്റിക്, ഭിന്നസംഖ്യ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്, ശരാശരി, പാറ്റേണുകൾ, മാനസിക ശേഷി, സംഖ്യാശ്രേണികൾ, അനുപാതം, അംശബന്ധം, ശതമാനം, സമയവും ജോലിയും, ദൂരവും സമയവും, ക്ലോക്ക്, ക്ലോണുകൾ, പലിശ, കൂട്ടുപലിശ, ജാമിതി ഘടനാരൂപങ്ങൾ അഥവാ ജോമെട്രിക്കൽ ഫിഗേഴ്സ്, പിന്നെ നമ്മുടെ LCM HCF, ചെറു പൊതു ഗുണിതവും വൻ പൊതുഘടകവും, LCM HCF ആണത്, ലാഭം, നഷ്ടം, വിൽപ്പന, മെട്രിക് അളവുകൾ, സർവസമവാക്യങ്ങൾ, ബീജഗണിതം, സാംഖ്യകം. ഓക്കെ അല്ലേ. സോ നമ്മുടെ ഇൻസ്പയറിലൂടെ നിങ്ങൾക്ക് LP UP സൈക്കോളജി പെഡഗോജി ഭാഗത്തു നിന്നുള്ള മുൻ വർഷ ചോദ്യങ്ങൾ ലഭ്യമാകുന്നതാണ്. സോ ആ ഒരു ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ നമ്മൾ ഇതിനകം തന്നെ കുറച്ച് PYQs ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാനത് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ കണ്ടു നോക്കുക. സോ നമുക്ക് സിലബസ് അറിഞ്ഞ് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്, പ്രത്യേകിച്ച് നമ്മുടെ LP UP ടീച്ചേഴ്സ് എക്സാമിന്. സൈക്കോളജിയുടെ പ്രത്യേകത, പാർട്ട് 5ലാണ് നമുക്ക് സൈക്കോളജി, പാർട്ട് 4ലാണ് സൈക്കോളജി പഠിക്കാനുള്ളത്. ഈ സൈക്കോളജിയിൽ 20 മാർക്കാണ് നമുക്ക് കിട്ടുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് 20 മാർക്ക്. സോ DLED ഏത് സബ്ജക്റ്റ് DLED പഠിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം, BEd ഏതൊരു സബ്ജക്റ്റ് പഠിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കോമൺ ആയിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്ക് സൈക്കോളജിയും ഫിലോസഫിയും പെഡഗോജിയൊക്കെ ആയിരിക്കും. അതുതന്നെയാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. വളരെ ശ്രദ്ധിച്ച, വളരെ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ 20 മാർക്ക് എന്നാണ് പറയുന്നത് എങ്കിലും ദെൻ പെഡഗോജി, മലയാളം പെഡഗോജി, ഇംഗ്ലീഷ് പെഡഗോജിയൊക്കെ ചേർത്ത് ഒരു 5 മാർക്ക് കൂടി അധികം ചോദിക്കാൻ സാധ്യതയുണ്ട്. 25 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. 30 മാർക്കിനൊന്നും അത്ര കടന്ന് ചോദിക്കാറില്ലെങ്കിലും 25 മാർക്കിന് അല്ലെങ്കിൽ ഒരു 22-23 മാർക്കിനൊക്കെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇവിടെ സൈക്കോളജിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ സിലബസിൽ നോക്കുമ്പോൾ ചില ടോപ്പിക്സിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് തൊട്ടടുത്ത ടോപ്പിക്സിലും സെയിം ആയിട്ട് പറയുന്നത്. അപ്പോൾ സിലബസ് അവർ കൊടുക്കുന്ന സമയത്ത് വളരെ ഒന്ന് സയൻറ്റിഫിക് ആയിട്ട് കുറച്ചുകൂടി കൊടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത് പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ, നിയമങ്ങൾ, സിദ്ധാന്തങ്ങൾ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങളിൽ നമ്മൾ പഠിക്കുന്നത് വൈജ്ഞാനികവാദവും
സാമൂഹിക വൈജ്ഞാനികവാദം, ദെൻ മാനവികതാവാദം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. ദെൻ പഠനത്തിൻ്റെ പ്രത്യേകതകൾ, പഠന തത്വങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മളവിടെ കോമൺ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ദെൻ അതിനുശേഷം ഇവിടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത് മനഃശാസ്ത്രജ്ഞരും ആശയങ്ങളും എന്ന ടോപ്പിക്കാണ്. ഇവിടെ നമ്മൾ പഠിക്കുന്ന അതേ സയൻറ്റിസ്റ്റുകളെ കുറിച്ച് ഒന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രം അല്ലേ. ഇവിടെ നമ്മൾ വൈജ്ഞാനികവാദം പഠിക്കുന്ന സമയത്ത് പിയാഷയെ പഠിക്കുന്നു. ദെൻ വ്യവഹാരവാദം പഠിക്കുന്ന സമയത്ത് സ്കിന്നറിനെയും പാവ്ലോവിനെയൊക്കെ പഠിക്കുന്നു. അത് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. മനഃശാസ്ത്രജ്ഞരും ആശയങ്ങളും, ഘടനാവാദം മുതൽ സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദം, ഇന്നത്തെ നമ്മുടെ ക്ലാസ് മുറിയൊക്കെ കൺസ്ട്രക്റ്റിവിസം, കോഗ്നിറ്റിവിസം ഒക്കെ അനുസരിച്ചുള്ളതാണ്. അപ്പോൾ ഇന്ന് നിലനിൽക്കുന്ന മനഃശാസ്ത്ര ആശയം വരെയുള്ളത് പഠിക്കണം. അപ്പോൾ ഇവിടെ മനഃശാസ്ത്രജ്ഞർ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ചോദ്യങ്ങൾ മനഃശാസ്ത്രജ്ഞരെ കുറിച്ചും ചോദിക്കാം. അപ്പോൾ അവരുടെ ചില ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, അവരുടെ പുസ്തകങ്ങൾ, അവർക്ക് നൊബേൽ സമ്മാനം, ഇപ്പോൾ ഇവാൻ പാവ്ലോവിന് നൊബേൽ സമ്മാനം കിട്ടിയിട്ടുണ്ട് 1904. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യണം. ദെൻ വീണ്ടും വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളും എന്നൊരു ടോപ്പിക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളും എന്ന് പറഞ്ഞപ്പോൾ എവിടേക്ക് പോയി? എഡ്യൂക്കേഷണൽ ഫിലോസഫിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ മുതൽ ഇന്ന് കിൻഡർ ഗാർഡൻ സിസ്റ്റത്തിൻ്റെ ഉപജ്ഞാതാവ്, അതേപോലെ മരിയ മോണ്ടിസോറി വരെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ മഹാത്മാഗാന്ധിജി, ടാഗോർ, അരബിന്ദോ ഘോഷ്, അങ്ങനെയുള്ള ഇന്ത്യൻ ഫിലോസഫേഴ്സിനെ കുറിച്ചും വെസ്റ്റേൺ ഫിലോസഫിയും ഇന്ത്യൻ ഫിലോസഫിയും എഡ്യൂക്കേഷനിൽ നൽകിയ സംഭാവനകൾ, താരതമ്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ. ഇതേ സാധനം നമ്മൾ മനഃശാസ്ത്രജ്ഞരെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് വരും. ഓരോ ആശയങ്ങളും അവർ സ്ഥാപിക്കുന്നതിന് വേണ്ടി പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടാവുമല്ലോ. അതാണ് നമ്മൾ അവിടെ പഠിക്കേണ്ടത്. അപ്പോൾ നേരത്തെ തന്നെ നമ്മളത് പഠിച്ചു വെച്ചിട്ടുണ്ടാകും. ദെൻ ബുദ്ധിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബുദ്ധി. അപ്പോൾ എന്താണ് ബുദ്ധി? ബുദ്ധി സിദ്ധാന്തങ്ങൾ. ഏകഘടകമുണ്ട്, ദ്വിഘടകമുണ്ട്, സംഘഘടകമുണ്ട്, ബഹുഘടകമുണ്ട്. അപ്പോൾ ഓരോ സിദ്ധാന്തങ്ങൾ പഠിക്കണം. ദെൻ നമ്മുടെ ഗാർഡനറിൻ്റെ ബഹുമുഖ ബുദ്ധി, വൈകാരിക ബുദ്ധി വരെയുള്ള കാര്യങ്ങൾ അവിടെ പഠിക്കണം. IQ, അതേപോലെ ബുദ്ധി ടെസ്റ്റ് ഉണ്ടല്ലോ, ബുദ്ധിമാപനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പഠിക്കണം. ദെൻ വ്യക്തിത്വം. അപ്പോൾ വ്യക്തിത്വം എന്താണ്? വിവിധ തരം വ്യക്തിത്വങ്ങൾ. ഇപ്പോൾ നമ്മൾ വ്യക്തിത്വത്തെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഇനസമീപനങ്ങൾ, വ്യക്തിത്വ സമീപനങ്ങളാണ്. ഇനസമീപനങ്ങളുണ്ട്, അതേപോലെ ട്രൈറ്റ് അപ്രോച്ച് ഉണ്ട്, സവിശേഷക സമീപനമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ പഠിക്കുന്നു. ദെൻ അടുത്തത് വികാസ തലങ്ങൾ, വികാസ തത്വങ്ങൾ അഥവാ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് കേട്ടോ. വികാസ തലങ്ങൾ, വികാസ തത്വങ്ങൾ. അപ്പോൾ എന്താണ് വളർച്ച, എന്താണ് വികാസം, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. വളരെ രസകരമായിട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു ഏരിയയാണ്. നമ്മൾ മുൻവർഷ ചോദ്യങ്ങളിലൂടെ നമ്മളത് പഠിക്കും കേട്ടോ. മുൻവർഷ ചോദ്യങ്ങളിലൂടെ നമ്മൾ പറ്റുന്ന രീതിയിൽ അത് പഠിക്കും. ദെൻ വികാസം. മനുഷ്യന് പലതരത്തിലുള്ള വികാസമുണ്ട്. വൈജ്ഞാനിക വികാസമുണ്ട്, സാമൂഹിക വികാസമുണ്ട്, സാൻമാർഗിക വികാസമുണ്ട്. അപ്പോൾ അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമ്മൾ പഠിക്കണം. അതേപോലെ തന്നെ ഭാഷാ വികാസവും കാര്യങ്ങളൊക്കെ ചേർത്ത് പഠിക്കണം. അവിടെ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. ദെൻ പാരമ്പര്യവും പര്യാവരണവും. നമ്മുടെ പഠനത്തെ സ്വാധീനിക്കുന്ന 2 കാര്യങ്ങളാണ് പാരമ്പര്യം, പര്യാവരണം. അപ്പോൾ പാരമ്പര്യവും പര്യാവരണവും എങ്ങനെ ഒരു കുട്ടിയുടെ വളർച്ചയും വികാസനത്തെയും സ്വാധീനിക്കുന്നു. ദെൻ പഠനം അല്ലെങ്കിൽ വികാസം പാരമ്പര്യമാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്, പര്യാവരണമാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ ആരൊക്കെയാണ്, അവർ എന്തൊക്കെയാണ് പറഞ്ഞത് തുടങ്ങിയ കാര്യങ്ങൾ അവിടെ പഠിക്കണം. ഇതിന് പിന്നെയുള്ള കുഞ്ഞു ടോപ്പിക്കാണ് അഭിക്ഷമത പരീക്ഷകൾ. നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യാനുള്ള ചില മാർഗ്ഗങ്ങളുണ്ട്, അവയെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ദെൻ മോട്ടിവേഷൻ, അഭിപ്രേരണ, മോട്ടിവേഷൻ തിയറി നമ്മൾ പഠിക്കണം. ദെൻ സമായോജന തന്ത്രങ്ങൾ അഥവാ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം, നമ്മൾ ദമനം, പ്രതിപൂർത്തി, അങ്ങനത്തെ കുറച്ച് കാര്യം, പ്രതിഗമനം, പശ്ചാത്ഗമനം, അതൊക്കെയാണ് നമ്മളവിടെ പഠിക്കേണ്ടത്. ദെൻ മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളും, ആത്മനിഷ്ഠാരീതി തുടങ്ങിയ കാര്യങ്ങൾ അവിടെ നമ്മൾ പഠിക്കണം. ദെൻ KCF, കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് അഥവാ കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് കേട്ടോ. കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് അഥവാ KCF. അപ്പോൾ KCF മാത്രമല്ല NCF നോക്കണം കേട്ടോ. KCF, NCF. ദെൻ ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ. അപ്പോൾ ക്ലാസ് മുറിയിൽ എങ്ങനെയാണ് പഠനം കൊണ്ടുപോകേണ്ടത്, വിവിധ തരത്തിലുള്ള ടീച്ചിങ് മെത്തേഡ്സ്, അതേപോലെ ടീച്ചിങ് ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നോക്കണം. ദെൻ പഠനതന്ത്രങ്ങൾ, വിവര വിനിമയ സാങ്കേതിക വിദ്യാസാധ്യതകൾ അഥവാ ICT. അപ്പം നമ്മുടെ DLEDൻ്റെ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പ്രധാനമായിട്ടും നോക്കി വെക്കേണ്ടത്. ദെൻ പഠന വൈകല്യം,
കുട്ടികളുടെ ലേണിംഗ് ഡിസബിലിറ്റീസ്, അതേപോലെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ പഠനം അഥവാ ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്. ദെൻ കുട്ടിയും അറിവ് നിർമ്മാണവും, പഠന രീതികൾ, വിദ്യാഭ്യാസ പ്രൊജക്റ്റുകൾ, പലതരത്തിലുള്ള വിദ്യാഭ്യാസ പ്രൊജക്റ്റുകളുണ്ടല്ലോ ഇന്ത്യയിൽ, അപ്പോൾ അത് പഠിക്കണം. ദെൻ കേരള പാഠ്യപദ്ധതി സമീപന രേഖ. അപ്പോൾ നമ്മുടെ കേരളത്തിലെ പാഠ്യപദ്ധതികൾ എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്, കേരളത്തിലെ വിദ്യാഭ്യാസ ഭരണ സംവിധാനം എങ്ങനെയാണ് എന്നൊക്കെ നോക്കണം. അപ്പോൾ അവിടെ നമ്മൾ PTA, അതേപോലെ സ്കൂളിൽ എങ്ങനെ എന്തൊക്കെ ഗ്രൂപ്പുകളുണ്ട്, റിസോഴ്സ് ഗ്രൂപ്പുകളുണ്ട്, BRC, CRC, PTA മീറ്റിംഗ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ പഠിച്ചു വെക്കണം. ദെൻ വിദ്യാഭ്യാസ ഏജൻസികളും കമ്മീഷനും. അപ്പോൾ വിദ്യാഭ്യാസ ഏജൻസികൾ വരുന്നത് നമ്മുടെ NCERT, SCERT, NAC, UGC അങ്ങനത്തെ കുറേ സാധനങ്ങൾ. പിന്നെ വിദ്യാഭ്യാസ കമ്മീഷനുകൾ, സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നേയും ശേഷവും ഒക്കെ വിദ്യാഭ്യാസ കമ്മീഷനുകൾ വരുന്നുണ്ട്, അതെല്ലാം നോക്കി വെക്കുക. ദെൻ പാർട്ട് 5 ജനറൽ ഇംഗ്ലീഷാണ് വരുന്നത് കേട്ടോ. ഇംഗ്ലീഷിൽ തന്നെ ABC ആയിട്ട് തിരിക്കുന്നുണ്ട്. എയിൽ ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ, അഥവാ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ടാകും, അതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, അതാണ് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ. ദെൻ പാർട്ട് Bയിൽ വരുന്നത് ഗ്രാമറാണ്. ഗ്രാമറിൽ ആർട്ടിക്കിൾ, കോൺകേർഡ്, ടെൻസ് ആൻഡ് ടൈം, പ്രിപ്പോസിഷൻസ്, ഫ്രേസൽ വെർബ്സ്, ഡിറ്റർമിനേഴ്സ്, ജെറൻസ്, ലിങ്കേഴ്സ്, ഓക്സിലറീസ്, വൊക്കാബുലറി. നമ്മൾ ഇംഗ്ലീഷിൻ്റെ PYQs കൂടി നോക്കും. എൻ്റെ സബ്ജക്റ്റ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഇംഗ്ലീഷിൻ്റെ PYQs കൂടി നമ്മൾ നോക്കും. കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ ഇതിനകം ചെയ്തിട്ടുണ്ട്, അതുകൂടി നിങ്ങൾ കാണുക കേട്ടോ. ദെൻ Cയിൽ വരുന്നത് പെഡഗോജിയാണ്. പെഡഗോജിയിൽ ലാംഗ്വേജ് അക്വസിഷൻ ആൻഡ് ലേണിംഗ്, ലാംഗ്വേജ് ആൻഡ് തോട്ട്, ലാംഗ്വേജ് സ്കിൽസ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ലാംഗ്വേജ് ലേണിംഗ് ഇൻ LP ആൻഡ് UP ക്ലാസ്സസ്, അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ലാംഗ്വേജ് ടീച്ചിങ്. ഇതിൽ അഞ്ചാമത്തത് ജനറലി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്, പക്ഷേ ബാക്കിയെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിച്ച് വെക്കേണ്ടി വരും. ഓക്കെ അല്ലേ? അങ്ങനെ പാർട്ട് 5 ഇംഗ്ലീഷ് 10 മാർക്കിന്. ഇനി പാർട്ട് 6 വരുന്ന സമയത്ത് മലയാളം, അതും 10 മാർക്കിനാണ്. മലയാളം 1, 2, 3 എന്ന് കാറ്റഗറി ചെയ്യുന്നുണ്ട്. ഒന്നാമത് സാഹിത്യപരമാണ്. കവിതാ സാഹിത്യം, കഥാസാഹിത്യം, നോവൽ, ആത്മകഥ, ജീവചരിത്രം, വൈജ്ഞാനിക സാഹിത്യം, ബാലസാഹിത്യം എന്ന വിശാലമായിട്ടുള്ളൊരു മേഖല അവിടെ വരുന്നുണ്ട്. നന്നായിട്ട് പഠിച്ചാലേ അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. ദെൻ ഭാഷാപരത്തിൽ ഭാഷാചരിത്രം, ഭാഷാഭേദം, പ്രായോഗിക വ്യാകരണം, ഇതെല്ലാം 10ാം തര നിലവാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ SCERT ഒക്കെ നോക്കി വെക്കുക കേട്ടോ. ഇതിലെ സാഹിത്യകൃതികളൊക്കെ മിക്കവാറും SCERTയിലെ കൃതികളിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അപ്പോൾ പാഠഭാഗം പൂർണ്ണമായിട്ടും വായിച്ചില്ലെങ്കിലും അതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാക്കിയെടുക്കുക. പദശുദ്ധി, സന്ധി കാര്യങ്ങൾ ഉൾപ്പെടെ, പദങ്ങൾ സമാസിക്കലും വിഗ്രഹിക്കലും, അല്ലെ സമാസം വിഗ്രഹമൊക്കെ അറിയുന്ന കാര്യങ്ങളായിരിക്കും പല ആളുകൾക്കും. വാക്യരൂപങ്ങൾ, അനുപ്രയോഗം, വാക്യഘടനയും വാക്യശുദ്ധിയും, ലിംഗം, വചനം തുടങ്ങിയവ, കാലം, അർത്ഥബോധം, കാവ്യബോധം, അവധാരണം എന്നിവയും പഠിക്കുക. ദെൻ പിന്നീട് അവിടെയും ബോധനശാസ്ത്രം വരുന്നുണ്ട്. ഇവിടെ മലയാളം പെഡഗോജിയും നമ്മൾ ക്ലാസ്സുകൾ PYQസിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, PYQ ക്ലാസ് ചെയ്തിട്ടുണ്ട്, അത് നോക്കുക. ഉദ്ഗ്രഥിത സമീപനം, ഭാഷാ പഠന സിദ്ധാന്തങ്ങൾ, ആസൂത്രണം, ഇതൊക്കെ നമ്മൾ കോമൺലി പഠിക്കുന്ന സാധനം തന്നെയാണ്. ഈ ഒരു പ്ലാനിങ് ഉണ്ടല്ലോ, യൂണിറ്റ് പ്ലാനിങ് ഒക്കെ. വാർഷിക ആസൂത്രണം എന്ന് പറയുമ്പോൾ ആനുവൽ പ്ലാനിങ് ആണ്. യൂണിറ്റ് ആസൂത്രണം, ദൈനംദിന ആസൂത്രണം എന്ന് പറയുമ്പോൾ നമ്മുടെ ലെസൺ പ്ലാനാണ്. പിന്നെ വിലയിരുത്തൽ അഥവാ അസസ്മെൻറ്റ്. ഓക്കെ അല്ലേ? സോ ഇതിന് ശേഷം കണ്ടില്ലേ ഈ ഒരു നോട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളതാണ് സിലബസ്. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും പുറമേ ചിലപ്പോൾ കാര്യങ്ങൾ ചോദിക്കാം, അല്ലേ? ചോദിക്കാം. അതുകൊണ്ട് നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ SCERT പൂർണ്ണമായിട്ടും വായിച്ചു നോക്കുന്നത് നല്ലതാണ്. സോ ഇതാണ് നമ്മുടെ LPSTയുടെയും UPSTയുടെയും സിലബസ്. നിലവിൽ ഇത് തന്നെയാണ്. കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പഠനം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചില ടിപ്സും ചില കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഞാൻ വീണ്ടും പറയുന്നു, എല്ലാ ടോപ്പിക്സും നമ്മൾ ചെയ്യില്ല, നമുക്ക് പെയ്ഡ് ക്ലാസ്സസ് ഇല്ല. നിങ്ങൾക്ക് ചില സഹായങ്ങൾ സൈക്കോളജി, ഇംഗ്ലീഷ് പെഡഗോജി മേഖലകളിൽ നിന്നുള്ള ചില സഹായങ്ങൾ PYQസിലൂടെ നമ്മുടെ ചാനലിൽ നിന്നും ലഭിക്കുന്നതാണ്. അപ്പോൾ HSAയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ ഇതിനകം ചെയ്തിട്ടുണ്ട്. HSA പരീക്ഷ എഴുതിയ ആളുകൾക്കറിയാം, അത് അവർക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് അവർക്കറിയാം. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യണം. ഉറപ്പായിട്ട് നമ്മൾ പരിഗണിക്കാൻ കഴിയുന്നത് പരിഗണിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തുന്നതാണ്. സോ നന്നായിട്ട് പഠിക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്ന ജോലിയിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, എത്രയും പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്ന ജോലിയിലേക്ക് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.